മഞ്ചേശ്വരം എം എൽ എ. ഹായ്, നമസ്കാരം. ഹായ്. എം എൽ എയുടെ എഫേർട്ട്, ഇവിടുത്തെ എം എൽ എയുടെ കൂടി എഫേർട്ട് കൊണ്ടാണ് ഇപ്പോൾ വേഗം നടക്കുന്നത്. തീർച്ചയായും എന്താണ് നമ്മൾ ഈ ജില്ലാ മിഷൻ്റെ ഒരു പരാജയമാണെന്നാണ് പൊതുവെ പറയുന്നത്. സത്യത്തിനും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മളെല്ലാവരും മലയാളികൾ അർജുൻ്റെ ജീവനോടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് വളരെ ഒരു ടീം വർക്കോട് കൂടി നല്ല ദ്രുതഗതിയിലുള്ള, ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്ത ഒരാളാണ്. രാവിലെയും കണ്ടു. തീർച്ചയായും നമുക്ക് അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു 100% പ്രതീക്ഷയിലും പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ചില ഇവിടുത്തെ കാലാവസ്ഥ നല്ല മഴയാണ്, മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ ഒരു അമാന്തത വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ അർജുൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ തിരിച്ചു വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. തീർച്ചയായും അത് ഇന്നലെ മുതൽ ഞാനും ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ ചർച്ചയിലൂടെയാണ് അറിയുന്നത്. KC വേണുഗോപാൽ ഇടപെട്ടു, കോഴിക്കോട് MP ഇടപെട്ടു. എന്നെ തന്നെ പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ കുഞ്ഞാൾ സാഹിബ് അടക്കമുള്ള ആളുകൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോട്ടിൽ എത്തിയത്. ഇന്നലെ രാത്രി തന്നെ എത്തിയതിനു ശേഷം പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു ജാഗ്രത കുറവ് വന്നോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു ടീം വർക്കോട് കൂടി വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടും. ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ സന്ദർഭത്തിലൊരു കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്യൂട്ടി CM, കാരണം നമ്മുടെ മലയാളിയായ UT ഖാദറാണ് സ്പീക്കർ. അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ MLA സതീഷ് ഓൾറെഡി ആൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ തുടക്കം മുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ നന്നായി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്നിപ്പോൾ കഴിഞ്ഞ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ ഏറ്റവും വേഗതയിൽ രക്ഷാപ്രവർത്തനം വളരെ ജാഗ്രതയോടുകൂടി മുഖ്യമന്ത്രി മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായി നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ള കാസർഗോഡ് MPയോ പ്രതിപക്ഷ നേതാവോ സ്ഥലം സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അവരൊക്കെ അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലക്കാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.